ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 8-ാം തീയതി നടക്കാനിരിക്കുന്ന കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്രണ്ടന്റ് ഗ്രേഡ് 2വിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 2009 നടന്നിട്ടുള്ള ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലുള്ള അടുത്ത 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. സ്പ്രെഡ് ഫൂട്ടിംഗ് സപ്പോർട്ട്സ് 2 or more കോളം ഈസ്. ഒരു സ്പ്രെഡ് ഫൂട്ടിംഗ്, ആ സ്പ്രെഡ് ഫൂട്ടിംഗ് 2 അതിലധികമോ കോളത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കോളത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവർക്കും അറിയുന്നുണ്ടാകും. ഇതിന്റെ ആൻസർ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. എന്താണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്? കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ള ഫൂട്ടിങ്ങുകൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങുകളാണ്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോളത്തിന് ഒരു ഫൂട്ടിംഗ് എന്നുള്ള രൂപത്തിലാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ സഫീഷ്യന്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഇങ്ങനെ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കോളത്തിന് അതിന് മാത്രമായിക്കൊണ്ട് ഒരു ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാത്ത ചില സന്ദർഭങ്ങൾ വരും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബൗണ്ടറിയുടെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഒരു ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നോ അതല്ലെങ്കിൽ അതിലധികമോ കോളംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കോളത്തിന് ഒരു ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാതെ വരും. അതല്ലെങ്കിൽ വളരെ ലിറ്റിൽ സ്പേസ് ഉള്ള സ്ഥലങ്ങളിൽ, കുറച്ച് സ്ഥലം ഉള്ള സ്ഥലങ്ങളിൽ 2 കോളം അടുത്തടുത്ത് വരികയാണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫൂട്ടിംഗ് കൊടുക്കാൻ സാധിക്കാതെ വരും. സോ അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പൈൻഡ് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം, ഒരു ഫൂട്ടിംഗ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ആ ഫൗണ്ടേഷന്റെ കോളത്തിലൂടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വെർട്ടിക്കലായിട്ടും അതിന്റെ താഴെയുള്ള ഫൂട്ടിങ്ങിലോട്ട് ലോഡ് എന്ത് ചെയ്യും, കോളത്തിൽ നിന്ന് ലോഡ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ആ ഫൂട്ടിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ലോഡിനെ അതിന്റെ താഴെയുള്ള സബ്ഗ്രേഡിലേക്ക് അല്ലെങ്കിൽ മണ്ണിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്ത് വിടുന്നത്. സോ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിലധികമോ കോളം ഒരു സ്പ്രെഡ് ഫൂട്ടിങ്ങിന്റെ മുകളിലായിട്ട് വരുന്നതിനെയാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങും ഇതിന്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. കമ്പൈൻഡ് ഫൂട്ടിംഗ് സാധാരണയായിട്ട് റെക്ടാങ്കുലർ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ട്രപ്പിസോയിഡൽ ഫൂട്ടിംഗും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ഫൂട്ടിംഗ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്. എന്താണ് സ്ട്രിപ്പ് ഫൂട്ടിംഗ്? നമുക്കറിയാം, സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെങ്ത് കൂടിയ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡിനെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഒരു വീതി കുറഞ്ഞ എന്നാൽ നീളം കൂടിയ ഒരു ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം, യൂഷ്വലി ഈ സ്ട്രിപ്പ് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് വാളിന് താഴെയായിട്ടായിരിക്കും. നമുക്കറിയാം, ഒരു വാൾ എന്താണ്, വീതി കുറവും നീളം കൂടിയതുമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പൊ അതിന് താഴെയായിട്ട് നമുക്ക് ഒരു ഫൂട്ടിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വാളിന് താഴെയായി കൊടുക്കുന്ന ഫൗണ്ടേഷനുകളെ ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് സ്ട്രാപ്പ് ഫൂട്ടിംഗ്? സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? ചില സന്ദർഭങ്ങളിൽ എക്സെൻട്രിക് ആയിട്ടുള്ള ലോഡുകൾ വരും. അതല്ലെങ്കിൽ ഒരു കോളത്തിൽ നിന്ന് മറ്റൊരു കോളത്തിലേക്ക് ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്, വേറൊരു ഫൂട്ടിങ്ങിലേക്ക് ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിടാൻ വേണ്ടി 2 ഫൂട്ടിങ്ങുകൾ തമ്മിലും എന്തുണ്ടാവും, ഒരു ബീം വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫൂട്ടിങ്ങിനെയാണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയാറുള്ളത്. സോ ഇതാണ്. ഇനിയും ഒരുപാട് ടൈപ്പ് ഓഫ് ഫൂട്ടിങ്ങുകൾ ഉണ്ട്. എന്നാലും മേജർ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ വെൽ ഫൗണ്ടേഷൻ ഈസ് ഒരു വെൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്ത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഫൗണ്ടേഷനുകളെ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഷാലോ ഫൗണ്ടേഷൻ എന്നും രണ്ടാമത്തതിനെ ഡീപ്പ് ഫൗണ്ടേഷൻ എന്നുമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഷാലോ ഫൗണ്ടേഷൻ? ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൗണ്ടേഷന്റെ വീതി അതിന്റെ ഡെപ്തിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, വിഡ്ത്ത് വിൽ ബി മോർ ദാൻ ഇറ്റ്സ് ഡെപ്ത്, വിഡ്ത്ത് കൂടുതലും ഡെപ്ത് കുറവുമാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയും. എന്നാൽ ഇതേപോലെ തന്നെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു
ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരിക എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഡെപ്ത് കൂടുതലും വിഡ്ത്ത് കുറവുമാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയും. അപ്പൊ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ഡീപ്പ് ഫൗണ്ടേഷനുകൾ മാത്രമേ വലിയ സ്ട്രക്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ബ്രിഡ്ജുകൾ വരിക, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ എന്ത് ചെയ്യുക, ഒരു ഫൗണ്ടേഷൻ കൊടുക്കുക. അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ഇപ്പൊ വെള്ളത്തിൽ ബ്രിഡ്ജിനൊക്കെ നമ്മൾ പിയർ കൊടുക്കുന്നതൊക്കെ എന്താണ് ഡീപ്പ് ഫൗണ്ടേഷനുകളാണ്. അപ്പൊ ഈ ഡീപ്പ് ഫൗണ്ടേഷനിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് വെൽ ഫൗണ്ടേഷൻ എന്നുള്ളത്. ഡീപ്പ് ഫൗണ്ടേഷനുകൾ 3 ടൈപ്പ് ഉണ്ട്: പൈൽ ഫൗണ്ടേഷൻ, വെൽ ഫൗണ്ടേഷൻ ആൻഡ് കെയ്സൺ ഫൗണ്ടേഷൻ. ഇതിലുള്ള അപ്പോൾ ഡീപ്പ് ഫൗണ്ടേഷനിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് വെൽ ഫൗണ്ടേഷൻ. യൂഷ്വലി വെൽ ഫൗണ്ടേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത് വെള്ളത്തിൽ വരുന്ന സ്ട്രക്ചറുകളിലാണ് നമ്മൾ വെൽ ഫൗണ്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ആസ് അതിന്റെ ടേം പറയുന്നത് പോലെ തന്നെ, അതിന്റെ ആ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു വെല്ല് പോലെയാണ് എന്ത് ചെയ്യുക അതിന്റെ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇതിന് വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വെള്ളത്തിൽ കൊടുക്കുന്ന ഫൗണ്ടേഷനുകളും എന്താണ് വെൽ ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ നോ ആംഗിൾ ഷുഡ് ബി ലെസ് ദാൻ. എന്താണ് ഒരു വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ? വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിള് 30 ഡിഗ്രിനേക്കാൾ കുറവോ 120 ഡിഗ്രിനേക്കാൾ കൂടുതലോ അല്ലാത്ത ട്രയാങ്കിളുകളെയാണ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുക. അതായത് 30ന്റെയും 120ന്റെയും ഇടയ്ക്ക് ഇന്റീരിയർ ആംഗിൾസ് വരുന്ന ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസിനെയാണ് നമ്മൾ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് ഇവിടെ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 40, 60, 80 ഇല്ലേ, 30ന്റെയും 120ന്റെയും ഇടയ്ക്കാണ് ആ ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾ വരുന്നത്. ഇനി നോക്ക്, വാട്ട് ഈസ് ഐഡിയൽ ട്രയാങ്കിൾ? ചിലപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം, ഇൻ എൻ ഐഡിയൽ ട്രയാങ്കിൾ ദ ആംഗിൾ ഷുഡ് ബി, ദ ഇന്റീരിയർ ആംഗിൾ ഷുഡ് ബി എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ഐഡിയൽ ട്രയാങ്കിൾ എന്താണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾ എത്രയേക്കാൾ കുറയാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് 30 ഡിഗ്രിനേക്കാൾ കുറയാൻ പാടില്ല, 120 ഡിഗ്രിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി വേറൊരു രീതിയിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. എന്താണ് ഒരു ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ? വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ പറയുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിളും പഠിക്കണം. അപ്പൊ ചിലർ വിചാരിക്കും വെൽ കണ്ടീഷൻഡിന്റെ സ്പെല്ലിംഗ് വെൽ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് മാറിപ്പോയതാണ്, അതും നമ്മൾ എന്ത് ചെയ്യും, വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആക്കി എഴുതി വെക്കും. അപ്പൊ അങ്ങനെയല്ല. ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രിയേക്കാൾ കുറവും 120 ഡിഗ്രിനേക്കാൾ കൂടുതലും ആംഗിൾസ് വരുന്ന ട്രയാങ്കിളിനെ നമ്മൾ ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 20 ഡിഗ്രി 30നേക്കാൾ കുറവാണ്, 135 ഡിഗ്രി 120നേക്കാൾ കൂടുതലാണ്. അപ്പൊ ആ ട്രയാങ്കിൾ നോക്കുക, ആ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഇന്റീരിയർ ആംഗിൾ ഇങ്ങനെയാണ് വരിക. 120നേക്കാൾ കൂടുതലും 30നേക്കാൾ കുറവും വരുന്ന ട്രയാങ്കിളിനെ നമ്മൾ ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്നാണ് പറയാറുള്ളത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് എൻ ഓഫ്സെറ്റ് മോർ ദാൻ 15 മീറ്റർ, 15 മീറ്ററിനേക്കാൾ കൂടുതൽ നീളമുള്ള ഒരു ഓഫ്സെറ്റിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടൺ ഒബ്ജക്റ്റിനെ, ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു പോയിന്റിൽ നിന്ന് എടുക്കുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയുക. യൂഷ്വലി ഓഫ്സെറ്റ് എടുക്കുന്നത് എന്തായിരിക്കും? ഒരു ലൈനിൽ നിന്നായിരിക്കും, ഒരു ബേസ് ലൈനിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു സർവേ ലൈനിൽ നിന്നായിരിക്കും. അപ്പോൾ ഒരു സർവേ ലൈനിൽ നിന്ന് നമ്മളൊരു പ്രൊമിനന്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓഫ്സെറ്റ് എന്ന് പറയാം. ഇനി നമുക്കറിയാം ഓഫ്സെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ 2 ടൈപ്പ് ഓഫ്സെറ്റുകൾ ഉണ്ട്. ഒബ്ലീക്ക് ഓഫ്സെറ്റും പെർപെൻഡിക്കുലർ ഓഫ്സെറ്റും ഉണ്ട്. ഓക്കെ, അതൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഓഫ്സെറ്റ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്നും, സർവേ ലൈനിന് ഏതെങ്കിലും ഒരു നിശ്ചിത ആംഗിളിലാണ് ആ പ്രൊമിനന്റ് പോയിന്റിലേക്ക് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഒബ്ലീക്ക് ഓഫ്സെറ്റും എന്ന് പറയും. ഒബ്ലീക്ക് ഓഫ്സെറ്റ് എടുക്കുമ്പോൾ അവിടെ എപ്പോഴും ആ പ്രൊമിനന്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് 2 ഓഫ്സെറ്റുകൾ എടുത്തിരിക്കണം. എന്നാൽ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ആണെങ്കിൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ലോങ് ഓഫ്സെറ്റും ഷോർട്ട് ഓഫ്സെറ്റും. ഷോർട്ട് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ 15 മീറ്ററിനേക്കാൾ കുറവ് ഓഫ്സെറ്റ് വരുന്നതിനെ, ഡിസ്റ്റൻസ് വരുന്നതിനെ നമ്മൾ ഷോർട്ട് ഓഫ്സെറ്റ് എന്നും, 15 മീറ്ററിനേക്കാൾ കൂടുതൽ നീളം വരുന്ന ഓഫ്സെറ്റുകളെ നമ്മൾ ലോങ് ഓഫ്സെറ്റും എന്നാണ് പറയാറുള്ളത്. അപ്പൊ ഇവിടെ ലോങ് ഓഫ്സെറ്റുകൾ വരികയാണെങ്കിൽ, അതായത് 15 മീറ്ററിനേക്കാൾ കൂടുതൽ നീളമുള്ള ഒരു ഓഫ്സെറ്റ് വരികയാണെങ്കിൽ ആ വാല്യൂ നമ്മൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കാൻ പാടില്ല. ലോങ് ഓഫ്സെറ്റുകൾ സർവേയിൽ കൺസിഡർ ചെയ്യാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? അതിന് തൊട്ടടുത്തായിക്കൊണ്ട് സർവേ ലൈനുകൾ സ്ഥാപിച്ചിട്ട് അതിൽ നിന്ന് ഓഫ്സെറ്റുകൾ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ അതിനുവേണ്ടി നമ്മൾ സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ള ലൈനാണ് ടൈ ലൈൻ എന്നുള്ളത്.
ഇപ്പൊ സർവേയിൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈനാണ് ടൈ ലൈൻ. ടൈ ലൈൻ എന്താണ് ചെയ്യുന്നത്? ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ, സർവേ ലൈനിലുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്ത് ഏത് ഡീറ്റെയിലിന്റെ ഓഫ്സെറ്റ് ആണോ എടുക്കേണ്ടത് ആ ഡീറ്റെയിലിന് അടുത്തേക്ക് എന്ത് ചെയ്യും? ലൈനിനെ കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ ടൈ ലൈൻ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ലെങ്ത് ഓഫ് ഓഫ്സെറ്റ് മോർ ദാൻ 15 മീറ്റർ എന്താണ്? അതൊരു ലോങ് ഓഫ്സെറ്റ് ആണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡൗൺ സ്ട്രീം ഫേസ് ഓഫ് എ പിയർ ഇൻ എ ബ്രിഡ്ജ് ഈസ് നോൺ ആസ്. ഒരു ബ്രിഡ്ജ്, ആ ബ്രിഡ്ജ് എന്താണ്? നമുക്കറിയാം അതെന്താണ്? വെള്ളത്തിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു സ്ട്രീമിന് നടുക്കായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആ ബ്രിഡ്ജിന്റെ ഡൗൺ സ്ട്രീം ഫേസ്, പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൂണിനെയാണ് നമ്മൾ പിയർ എന്ന് പറയുക അല്ലെ? സെന്ററിലുള്ള തൂണിനെയാണ് പിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ് എന്ത്? പിയർ എന്നുള്ളത്. ആ പിയറിന് അപ്സ്ട്രീം ഫേസും ഉണ്ടാവും. അപ്സ്ട്രീം ഫേസ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകി വരുന്ന സ്ഥലം. ഡൗൺ സ്ട്രീം ഫേസ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം. അപ്പോൾ അപ്സ്ട്രീം ഫേസും ഉണ്ടാവും, അതേപോലെ തന്നെ ഡൗൺ സ്ട്രീം ഫേസും ഉണ്ടാവും. അവിടെയുള്ള ആ ഫേസിന്റെ ഷേപ്പ് എന്താണ്, അല്ലെങ്കിൽ ആ ഫേസിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഒരു പിയറിന്റെ അത് സ്ട്രീമിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജിന്റെ പിയറിന്റെ അപ്സ്ട്രീം ഫേസിനെ നമ്മൾ കട്ട് വാട്ടർ എന്നാണ് പറയാ. ശരിക്കും ശ്രദ്ധിക്കുക, അപ്സ്ട്രീം ഫേസിനെ കട്ട് വാട്ടർ എന്ന് പറയാം. ഫിഗറിൽ നിങ്ങൾക്ക് കട്ട് വാട്ടർ കാണാം. ഒരു ഇങ്ങനെ ഒരു എന്താണ് ഷാർപ്പൻ ചെയ്തിട്ടുള്ള ഒരു എഡ്ജ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്ത്? അപ്സ്ട്രീം ഫേസ്. ഇവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ടാണ് ഒഴുകി പോകുന്നത്. അപ്പൊ എന്താണ്? അപ്സ്ട്രീം ഫേസിനെ ഒരു ഷാർപ്പ് എഡ്ജ് ആക്കിയിട്ടുണ്ട്. എന്തിനാ അങ്ങനെ ഷാർപ്പ് എഡ്ജ് ആക്കിയിരിക്കുന്നത്? വെള്ളം വന്ന് പിയറിൽ തട്ടുമ്പോൾ ആ വെള്ളം വന്ന് തട്ടുന്നതിനെ രണ്ട് ഭാഗമാക്കി വിടാൻ, രണ്ട് പാർട്ടാക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് കട്ട് വാട്ടർ എന്ന് പറയുക. വെള്ളത്തിന് എന്ത് ചെയ്തിരിക്കുകയാണ്? കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അതാണ് കട്ട് വാട്ടർ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന കട്ട് വാട്ടറിനെ കുറിച്ചല്ല, മറിച്ച് അതിന്റെ ഡൗൺ സ്ട്രീം സൈഡിലുള്ള ഫേസിന് എന്താണ് പറയുക എന്നുള്ളതാണ്. ഡൗൺ സ്ട്രീം ഫേസിൽ ഈസ് വാട്ടർ എന്നാണ് പറയുക. അവിടെ എന്താണ്? ഒരു കർവ് ഷേപ്പാണ് സാധാരണ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. വെള്ളത്തിനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരേ ദിശയിലേക്ക് ഒഴുക്കാൻ വേണ്ടി ഈസ് വാട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡൗൺ സ്ട്രീം ഫേസ് ഓഫ് എ പിയർ ഇൻ എ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് വാട്ടർ ആണ്. ഇനി വാട്ട് ഈസ് അബട്ട്മെന്റ്? അബട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിഡ്ജ് അതിന്റെ രണ്ട് ബാങ്കുകളിൽ റെസ്റ്റ് ചെയ്യും. ആ റെസ്റ്റ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന അതിന്റെ എൻഡ് സപ്പോർട്ടുകളെയാണ് നമ്മൾ അബട്ട്മെന്റ് എന്ന് പറയാം. സെന്റർ സപ്പോർട്ടുകളെ പിയർ എന്ന് പറയും, എന്നാൽ എൻഡ് സപ്പോർട്ടുകളെ അബട്ട്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അബട്ട്മെന്റിലാണ് എന്ത് ചെയ്യുന്നത്? ആക്ച്വലി നമ്മുടെ ബ്രിഡ്ജ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ട്രസിൽ? ട്രസിൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫ്രെയിം വർക്ക് ആണ്. എന്താണ്? ഒരു സ്ലോപ്പിംഗ് എഡ്ജുകളുള്ള ഒരു ഫ്രെയിം വർക്കിനെയാണ് ശരിക്കും ട്രസിൽ എന്ന് പറയുക. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റോക്സ് ഫോംഡ് ഫ്രം ദ മോൾട്ടൺ മാഗ്മ. മോൾട്ടൺ മാഗ്മയിൽ നിന്നുണ്ടാകുന്ന റോക്കുകൾക്ക് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. മോൾട്ടൺ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് എന്ത്? ഇഗ്നിയസ് റോക്ക് അല്ലേ? അപ്പൊ നോക്കുക, ബിൽഡിംഗ് സ്റ്റോണുകളെ ജിയോളജിക്കലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഇഗ്നിയസ് റോക്ക്, രണ്ടാമത്തെ സെഡിമെന്ററി റോക്ക്, മൂന്നാമത്തെ മെറ്റമോർഫിക് റോക്ക്. ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾട്ടൺ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നതിനെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്ക് എന്ന് പറയാം. ഇഗ്നിയസ് റോക്കിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്, ബസാൾട്ട് പോലെയുള്ളതൊക്കെ ഇഗ്നിയസ് റോക്കിന്റെ എക്സാമ്പിൾ ആണ്. ഇനി വാട്ട് ഈസ് സെഡിമെന്ററി റോക്ക്? സെഡിമെന്ററി റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പാരന്റ് റോക്ക് ഡിസിന്റഗ്രേറ്റ് ചെയ്ത് ആ ഡിസിന്റഗ്രേറ്റ് ചെയ്ത പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്ത് സെഡിമെന്റ് ആയി മാറി അത് റോക്കായി മാറുന്നതിനാണ് സെഡിമെന്ററി റോക്ക് എന്ന് പറയുക. യൂഷ്വലി സെഡിമെന്ററി റോക്ക് എന്തായിരിക്കും? ഫോളിയേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ലെയർ ആയിട്ടാണ് എന്ത് ചെയ്യാം സെഡിമെന്ററി റോക്കുകൾ ഉണ്ടാവുക. അത് അതിന്റെ പ്രത്യേകതയാണ്. നമുക്കറിയാം സെറ്റിൽമെന്റ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലെയേഴ്സ് ഫോം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അതിനെ സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. സെഡിമെന്ററി റോക്കിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത് ലൈം സ്റ്റോൺ, അതേപോലെ തന്നെ സാൻഡ് സ്റ്റോൺ ഒക്കെ സെഡിമെന്ററി റോക്കിന്റെ എക്സാമ്പിൾ ആണ്. ഇത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി അടുത്ത മെറ്റമോർഫിസ് ആണ്, അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്ക് ആണ്. മെറ്റമോർഫിക് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റോക്കിന് ഹൈ ഹീറ്റും അതേപോലെ തന്നെ പ്രഷറും കാരണം അതിന്റെ റോക്കിന്റെ പാരന്റ് സ്റ്റേജിൽ പാരന്റ് റോക്കിന് ഉണ്ടായി വരുന്ന മാറ്റത്തിനെയാണ്. ഒരു റോക്കിന് കൂടുതലായിട്ട് ടെമ്പറേച്ചറും പ്രഷറും ആകുമ്പോൾ അതിന് എന്തുണ്ടാവും? ചില പ്രോപ്പർട്ടീസിൽ വേരിയേഷൻ ഉണ്ടാവും. സോ അങ്ങനെ ഫോം ചെയ്യുന്ന റോക്കുകളെയാണ് മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. മെറ്റമോർഫിസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ചൂടും അതേപോലെ തന്നെ പ്രഷറും കാരണം എന്ത് ചെയ്യുക? ആ റോക്കിന് മാറ്റം വരിക. അതിനെയാണ് മെറ്റമോർഫിസം അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്ക് എന്ന് പറയാം. മെറ്റമോർഫിക് റോക്കിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് ആണ്, നമ്മുടെ വെട്ടുകല്ല്. അതേപോലെ തന്നെ മാർബിൾ, ഇതൊക്കെ എന്താണ്? മെറ്റമോർഫിക് റോക്കിന്റെ എക്സാമ്പിൾ ആണ്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള സ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഒരു മെറ്റമോർഫിക് റോക്കാണ്. നമുക്കറിയാം, നമ്മൾ സ്ലേറ്റ് കണ്ടിട്ടുണ്ട് അല്ലെ? ആ സ്ലേറ്റ് എന്താണ്? ശരിക്കൊരു മെറ്റമോർഫിക് റോക്കാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാർബിൾ ഈസ് കെമിക്കലി ക്ലാസിഫൈഡ് ആസ്. മാർബിള്
കെമിക്കലി എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. നമുക്കറിയാം മാർബിൾ ഒരു മെറ്റമോർഫിക് റോക്കാണ്. അപ്പൊ നമ്മൾ വേഗം എന്ത് ചെയ്യും, ഫസ്റ്റ് ഓപ്ഷൻ മെറ്റമോർഫിക് റോക്ക് ആയതുകൊണ്ട് തന്നെ മാർബിൾ എന്ത് ചെയ്യും, മെറ്റമോർഫിക് റോക്ക് എന്ന് നമ്മൾ ഓപ്ഷൻ മാർക്ക് ചെയ്യും. എന്നാൽ അത് തെറ്റാണ്. കാരണം എന്താണ്, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ല, മറിച്ച് മാർബിള് എന്ത് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ മാർബിള് കെമിക്കലി 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം യൂഷ്വലി മാർബിൾ അല്ല, സാധാ സ്റ്റോണുകൾ 3 ആയിട്ടാണ് കെമിക്കലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സിലീഷ്യസ്, അർജിലീഷ്യസ്, അതേപോലെ തന്നെ കൽക്കേരിയസ്. സിലീഷ്യസ് എന്ന് പറഞ്ഞാൽ സിലിക്കയുടെ കണ്ടന്റ് കൂടുതലായിരിക്കും. അർജിലീഷ്യസ് എന്ന് പറഞ്ഞാൽ ക്ലേ കണ്ടന്റ് ആണ് കൂടുതൽ ഉണ്ടാവുക. കൽക്കേരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റിന്റെ കണ്ടന്റ് കൂടുതൽ ഉണ്ടാവും. അതാണ് കൽക്കേരിയസ് റോക്ക്. ഇതില് മാർബിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു കൽക്കേരിയസ് റോക്കാണ്. ഓക്കെ, മാർബിൾ എന്ന് പറയുന്നത് ഒരു കൽക്കേരിയസ് റോക്കാണ്. അപ്പൊ സിലീഷ്യസ് റോക്കിന് ഒരു എക്സാമ്പിൾ എന്താണ്, ഗ്രാനൈറ്റ്, ക്വാർട്സൈറ്റ് ഒക്കെ സിലീഷ്യസ് റോക്കിന്റെ എക്സാമ്പിൾ ആണ്. അർജിലീഷ്യസ് റോക്ക് നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു ലാട്രൈറ്റ് അല്ലെ, അർജിൽ കൂടുതലുള്ളതാണ്, അതിൽ ക്ലേ കണ്ടന്റ് കൂടുതലുള്ളതാണ്. അത് എന്താണ്, ലാട്രൈറ്റ്, അതേപോലെ തന്നെ സ്ലേറ്റ് ഒക്കെ അർജിലീഷ്യസ് റോക്കിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, എന്നാൽ നമ്മൾ പഠിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്ക് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ എന്തുണ്ട്, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷനുകളിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, റോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. എപ്പോഴും മെറ്റമോർഫിക് റോക്കുകൾ കൽക്കേരിയസ് ആയിക്കോളണം എന്നൊന്നുമില്ല, അങ്ങനെയൊന്നും നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഓരോന്നിലും വരുന്ന എക്സാമ്പിൾസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെയിൻ ഇൻഗ്രീഡിയന്റ് ഓഫ് എ ഗുഡ് ബ്രിക്ക് എർത്ത്. ഒരു ഗുഡ് ബ്രിക്ക് എർത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗുഡ് ബ്രിക്കിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ഏതാണ്? നമുക്കറിയാം ഏറ്റവും വലിയ ഇൻഗ്രീഡിയന്റ് അല്ല ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ഏതാണ്? അപ്പൊ നമ്മൾ പഠിച്ചു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് പഠിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഇൻഗ്രീഡിയന്റുകളുണ്ട്. ഉദാഹരണത്തിന് പെയിന്റ് എടുക്കുകയാണെങ്കിൽ പെയിന്റിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് എന്താണ്, ബേസ് ആണ് അല്ലെ, അതിന്റെ ബോഡിയാണ് വരുന്നത്. പക്ഷെ ബേസ് അല്ല എന്ത് പെയിന്റിലുള്ള ചീഫ് ഇൻഗ്രീഡിയന്റ്. ചീഫ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പിഗ്മെന്റ് ആണ് അല്ലെ, കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെയിന്റുകൾ ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ചീഫ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ പിഗ്മെന്റ് ആണ്. അതേപോലെ തന്നെ ബ്രിക്കുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ബ്രിക്കിൽ കൂടുതലായിട്ടുള്ളത് എന്താണ്, സിലിക്കയുടെ കണ്ടന്റ് ആണ്. 50 മുതൽ 60% വരെ സിലിക്ക എന്തുണ്ട്, ബ്രിക്ക് എർത്തിലുണ്ട്. പക്ഷേ സിലിക്ക അല്ല എന്ത് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയന്റ് എന്നുള്ളത്, മറിച്ച് എന്താണ് അവിടെ അലൂമിനയാണ് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. കാരണം നമുക്ക് എന്താണ്, അലൂമിന ഇമ്പാർട്ട്സ് പ്ലാസ്റ്റിസിറ്റി ആണ് കൂടുതലായിട്ട് എന്ത് ചെയ്യും, ആ ഒരു ബ്രിക്കിന് അതിന്റെ ഷേപ്പും ആ മോൾഡിംഗ് കപ്പാസിറ്റി ഒക്കെ കൊടുക്കുന്നത് എന്താണ്, അലൂമിനയാണ്. അലൂമിന ആക്ച്വലി 20 to 30% ബ്രിക്കിലുള്ളൂ. എന്നാലും ബ്രിക്കിന്റെ ചീഫ് ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് പറയുന്നത് അലൂമിനിയാണ്. ഇനി ബാക്കി ലൈമ് 10% ഉള്ളൂ. മാഗ്നീഷ്യം എടുക്കുകയാണെങ്കിൽ ലെസ് ദാൻ 1% മാത്രമേ മാഗ്നീഷ്യം ഉള്ളൂ. ബാക്കിയുള്ള കണ്ടന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഫയർ ക്ലേ കണ്ടെയ്ൻ പ്യുവർ. ഫയർ ക്ലേയില് എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ ഈ ഫയർ ക്ലേ എന്താണ് എന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഫയർ ബ്രിക്ക് എന്താണ്. നമ്മൾ സാധാരണ ബ്രിക്കുകളെക്കാളും ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രിക്കിനെയാണ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്ലേ ആണ് നമ്മൾ ഫയർ ക്ലേ എന്ന് പറയാം. ഫയർ ക്ലേയുടെ പ്രത്യേകത, ഫയർ ക്ലേയിൽ സിലിക്കയുടെ കണ്ടന്റ് കൂടുതലായിരിക്കും. 60 മുതൽ 75% വരെ എന്തുണ്ടാവും, സിലിക്ക ഫയർ ക്ലേയിൽ ഉണ്ടാവും. അലൂമിന ഏകദേശം 25 മുതൽ 35% വരെ വരും. അപ്പൊ കണ്ടന്റുകളൊക്കെ എന്താണ്, കുറച്ച് കൂടുതലാണ്. ആൻഡ് യൂഷ്വലി ഇത് എന്താണ്, ഫയർ ക്ലേ ഉപയോഗിക്കുന്നത് ഫയർ ബ്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ക്രൂസിബിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഫയർ ക്ലേ ഉപയോഗിക്കാറുള്ളത്. ഇനി ഫയർ ക്ലേ തന്നെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഹൈ ഡ്യൂട്ടി, മീഡിയം ഡ്യൂട്ടി, ലോ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫയർ ക്ലേനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫയർ ക്ലേയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഫയർ ക്ലേയിൽ കൂടുതലായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്ന ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സിലിക്ക തന്നെ കൂടുതലായിട്ട് ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റിന്റെ ഫോമിലാണ് ഉണ്ടാവുക. ഇതിലെ പെർസെന്റേജ് ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 5 to 10% ആണ്. സാധാരണ ഫയർ ബ്രിക്കുകൾ 5 to 10% ആണ് വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ടാവുക. നമുക്കറിയാം മറ്റേതിൽ എന്താണ് 20% ആണ്. അവിടെ പെർസെന്റേജ് കൂടുതലാണ് ശരിക്കും വാട്ടർ അബ്സോർപ്ഷൻ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ. ഇവിടെ 5 to 10% മാത്രമേ വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ടാവുള്ളൂ. 20 to 22 Nm² വരെ അതിനെന്തുണ്ടാവും, കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഫയർ ക്ലേനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു
ഐഡിയ. ഇപ്പോൾ ഫയർ ക്ലേയിൽ എന്താണ് പ്യൂർ ആയിട്ട് ഉണ്ടാവുക എന്ന് ചോദിച്ചിരിക്കുന്നത് ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് ആണ്. ഓക്കെ, ദ കോമൺലി യൂസ്ഡ് ലൈം ഇൻ വൈറ്റ് വാഷിംഗ്. വൈറ്റ് വാഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ലൈം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സാധാരണയായിട്ട് നമ്മൾ ഫാറ്റ് ലൈം, ക്ലാസ് സി ലൈം എന്ന് പറയുന്നത് ഫാറ്റ് ലൈം ആണ്. ഫാറ്റ് ലൈം ആണ് നമ്മൾ വൈറ്റ് വാഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് വൈറ്റ് ലൈം എന്നുള്ളതും എന്താണ് ശരിക്ക് ഫാറ്റ് ലൈമിന്റെ മറ്റൊരു പേരാണ് എന്ത്, വൈറ്റ് ലൈം എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ആൻസർ വേണമെങ്കിൽ ഓപ്ഷൻ ബിയും ആകാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഓപ്ഷൻ എ മാത്രമേ ശരിയായിട്ടുള്ള ആൻസർ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഓപ്ഷൻ ബിയും ഇതിന്റെ കറക്റ്റ് ആൻസർ ആണ്. ഫാറ്റ് ലൈമിന്റെ മറ്റൊരു പേരാണ് ആക്ച്വലി വൈറ്റ് ലൈം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വൈറ്റ് വാഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ലൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫാറ്റ് ലൈം ആണ്, അല്ലെങ്കിൽ വൈറ്റ് ലൈം ആണ്, അല്ലെങ്കിൽ അതിന് ഇനിയും വേറെ പേരുകളുണ്ട്. ഹൈ കാൽഷ്യം ലൈം എന്ന് പേരുണ്ട്, പ്യുവർ ലൈം എന്ന് പേരുണ്ട്, അതേപോലെ തന്നെ റിച്ച് ലൈം എന്ന് പേരുണ്ട്. ഈ പേരിലൊക്കെ എന്ത് ചെയ്യാം, ഫാറ്റ് ലൈം അറിയപ്പെടുന്നുണ്ട്. ഇനി നോക്ക്, എന്താണ് ഈ ഫാറ്റ് ലൈമിന്റെ പ്രത്യേകത? ഫാറ്റ് ലൈമിൽ ഇമ്പ്യൂരിറ്റീസ് വളരെ കുറവായിരിക്കും. നമുക്കറിയാം വൈറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണ്. വൈറ്റ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് വാഷിംഗ് ചെയ്യുന്നത്. അതായത് പ്യുവർ ഫോം ഓഫ് ലൈം ആണ് ശരിക്ക് ഫാറ്റ് ലൈം എന്നുള്ളത്. അതിൽ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് വെറും 5% മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ ലൈമിലും ഇമ്പ്യൂരിറ്റി ഉണ്ട്. ഇമ്പ്യൂരിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ലൈം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോളിക് ലൈമുകളൊക്കെ എന്താണ് ഫീബ്ലി, അതേപോലെ തന്നെ മോഡറേറ്റ്ലി, എമിനന്റ്ലി എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫാറ്റ് ലൈമിൽ ലെസ് ദാൻ 5% മാത്രമേ ഇമ്പ്യൂരിറ്റി ഉണ്ടാവുള്ളൂ. മാക്സിമം 5% ഇമ്പ്യൂരിറ്റി ഉണ്ടാവുള്ളൂ. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? ഈ ഫാറ്റ് ലൈമിന്റെ പ്രത്യേകത, അത് സ്ലേക്കിംഗ് പെട്ടെന്ന് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈമാണ് ഫാറ്റ് ലൈം എന്നുള്ളത്. എന്നാൽ സെറ്റിംഗ് പതുക്കെ മാത്രം നടക്കുന്ന, പെട്ടെന്ന് സ്ലേക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലൈമാണ് എന്ത്, ഫാറ്റ് ലൈം എന്നുള്ളത്. എന്താണ് സ്ലേക്കിംഗ്? സ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് സ്ലേക്കിംഗ് എന്ന് പറയാം. അങ്ങനെയാണ് സ്ലേക്കിംഗ് എന്ന് പറയുക. അതുകൊണ്ടാണ് ഇതിനെ ഫാറ്റ് ലൈം എന്ന് പറയുന്നത്. പെട്ടെന്ന് വോളിയം ഇൻക്രീസ് ചെയ്യും വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇറ്റ്സ് കോൾഡ് ആസ് ഫാറ്റ് ലൈം. അതുകൊണ്ടാണ് അതിന് തടിച്ച ലൈം, ഫാറ്റ് ലൈം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. പ്യുവർ ഫോം ഓഫ് ലൈമാണ് എന്ത്, ശരിക്കും ഫാറ്റ് ലൈം എന്നുള്ളത്. ഈ ഫാറ്റ് ലൈമിനേക്കാളും പ്യുവർ ആയിട്ടുള്ള ലൈമാണ് ക്യുക്ക് ലൈം. പക്ഷെ ക്യുക്ക് ലൈം ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് പിന്നീട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ലൈം എന്ന് പറയുന്നത് ഫാറ്റ് ലൈം ആണ്. ഫാറ്റ് ലൈം ആണ് സാധാരണ വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.